ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിവീൻ. 34 സങ്കീർത്തനത്തിന്റെ 8 വാക്യം. കർത്താവ് നല്ലവൻ എന്നതിന് യാതൊരു തർക്കവുമില്ല. അവൻ നല്ലവനെന്ന് നാം അറിഞ്ഞിരിക്കുന്നു, അത് നാം വിശ്വസിച്ചിരിക്കുന്നു. നാം അതിന് സ്തുതി സ്തോത്രങ്ങളും ആരാധനകളും അർപ്പിക്കുന്നു. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് നല്ലവൻ എന്ന നിഗമനത്തിൽ നാം എത്തിയിരിക്കുന്നത് എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു ആഹാര സാധനം നാം കാണുന്നു, അതിനെ നന്നായി നാം നോക്കുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, എന്നിട്ട് നാം ആ ആഹാരം രുചിക്കുവാനായി കഴിക്കുന്നു. എന്നാൽ കർത്താവിന്റെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിക്കേണ്ടത്. ടേസ്റ്റ് ആൻഡ് സീ, രുചിക്കുക, അറിയുക. അപ്പോൾ ഒന്നാമത് നടക്കേണ്ടത് കണ്ണുമടച്ച് കർത്താവിനെ രുചിക്കുക, എന്നിട്ട് അവനെപ്പറ്റി അറിയുവാൻ ആരംഭിക്കുക. നാം ആരും തന്നെ യേശു കർത്താവിനെ പറ്റി ആഴമായ ഒരു പഠനം നടത്തിയ ശേഷം നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുകയല്ലായിരുന്നു. യേശു കർത്താവിന്റെ കൃപയാൽ ദൈവ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് കണ്ണുമടച്ച് കർത്താവിനെ അനുഗമിച്ചവരാണ്. കർത്താവിനെയും അവന്റെ വൈശിഷ്ട്യത്തെയും രുചിച്ചറിഞ്ഞ ശേഷമാണ് നാം അവനെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചത്. ആ പഠനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിത്യതയിൽ നാം നമ്മുടെ കർത്താവിന്റെ പൂർണ്ണ രൂപം കാണുന്നതുവരെ നമ്മുടെ പഠനം തുടർന്നുകൊണ്ടേ തന്നെയിരിക്കും. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ കൃപയും കരുണയും ദയയും അനുഗ്രഹങ്ങളുമൊക്കെ ആവശ്യമായിരിക്കുന്നു. അവനത് തന്നുകൊണ്ടുമിരിക്കുന്നു. എന്നാൽ ഇന്നുള്ള പലർക്കും ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും സൗഖ്യങ്ങളും വേണം, എന്നാൽ ക്രിസ്തുവിനെ വേണ്ട. ദാനങ്ങളെ വേണം, ദാതാവിനെ വേണ്ട. എന്നാൽ ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് കർത്താവ് നല്ലവനെന്ന് പറയുകയും പാടുകയും മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ നല്ലവനെന്ന് അനുഭവിച്ചറിയേണ്ടിയിരിക്കുന്നു. മാത്യു ഹെൻറി തന്റെ കമന്ററിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്: We must taste that he is a bountiful benefactor, relish the goodness of God in all his gifts to us, and reckon that the savor and sweetness of them. ദൈവം നമുക്ക് തരുന്ന എല്ലാ ദാനങ്ങളിലെയും വൈശിഷ്ട്യത്തിന്റെ സ്വാദും അതിന്റെ മാധുര്യവും മുകർന്നു തന്നെ അവൻ സമ്പുഷ്ടമായ ഒരു ഉപകാരി എന്ന് നാം രുചിച്ചറിയുക. Let God's goodness be rolled under the tongue as a sweet morsel. ദൈവത്തിന്റെ വൈശിഷ്ട്യം ഒരു മധുരമുള്ള കഷ്ണമായി നമ്മുടെ നാക്കിനടിയിൽ ഉണ്ടായിരിക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതത്രേ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം: Now that you have had a taste of the Lord's kindness. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. Have a blessed day.